ഇന്നത്തെ ഡിഷ് എന്താണെന്നറിയോ? നല്ല കൊഞ്ച് മസാലയാണ്. നല്ല കൊമ്പൊക്കെ ഉള്ള വലിയ കൊഞ്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല വലിയ സൈസിലെ കൊഞ്ചാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ട് ഇങ്ങനെ പൊട്ടിക്കണം. നല്ലതായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങാക്കൊത്ത് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഇളം തേങ്ങയുടെയാണ് ഇട്ടേക്കുന്നത്. നല്ല കിളുന്ത് തേങ്ങയുടെ കൊത്താണ് ഇട്ടേക്കണേ. അതാണ് കുറച്ചും കൂടെ സ്വാദ് കൂട്ടുന്നത്. ആ തേങ്ങാക്കൊത്ത് ആ വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത് ഞാൻ ചുമന്നുള്ളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1-1.5 കപ്പ് യൂസ് ചെയ്താലും നല്ലതാണ്. നമുക്ക് ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ആ ചുവന്നുള്ളിയുടെ കൂടെ അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് നല്ല കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ചുവന്നുള്ളിയും കറിവേപ്പിലയും തേങ്ങാക്കൊത്തും ഒക്കെ കൂടെ നല്ല ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതെല്ലാം ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്തൊരു പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതായത് ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, നല്ല കാന്താരി മുളക് ഒരു 10 ചതച്ചത്, പിന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളി അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ഏലക്കായും 1 ടീസ്പൂൺ പെരുംജീരകവും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. നല്ല സ്വാദ് കൂട്ടും ഈ കൊഞ്ച് റോസ്റ്റിനത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ഇട്ടിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. എന്നിട്ട് നമുക്ക് അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ വൃത്തിയാക്കിയ കൊഞ്ചിനെ നമുക്ക് അതിനകത്തോട്ട് നിരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു 5-6 പീസ് എനിക്ക് കൊഞ്ചുണ്ട്. അതെല്ലാം നമുക്ക് അതിൻ്റെ കണക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതെല്ലാം നമുക്ക് അടുക്കി വെച്ച് കൊടുക്കാം. നല്ല ഹൈ ഹീറ്റിൽ തന്നെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസൊക്കെ വെളിയിലോട്ട് പോകും. അപ്പോൾ നല്ല തീ തന്നെ വേണം നമുക്ക് ഈ കൊഞ്ചിനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കൊഞ്ചിനെ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കതിനെ ഒന്ന് ഹൈ ഹീറ്റിൽ തന്നെ ഇടണം, നല്ല തീ തന്നെ ഇടണം. അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതായത് അപ്പോൾ എല്ലാ സൈഡും ഒന്ന് കംപ്ലീറ്റ് സീലാവില്ല, എന്നാലും നമുക്ക് 2 സൈഡും ഒരു ബ്രൗൺ ആവുന്ന വരെ അത് വെന്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ കൊഞ്ചിൻ്റെ കളർ ലൈറ്റ് ഓറഞ്ച് ആവും. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങാ വെള്ളം, നമ്മുടെ നാളികേരത്തിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതിനകത്ത് കിടന്ന് വേവുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊഞ്ച് കുറച്ചതിന് കാലൊക്കെ ഉള്ള കൊഞ്ചായിരുന്നു. അപ്പോൾ ആ കാല് കഷ്ണവും എല്ലാം വൃത്തിയാക്കിയിട്ട് ഒന്നും നഷ്ടപ്പെടുത്തണ്ട, അതിനകത്തൊക്കെ മീറ്റുണ്ട്. അത് നമുക്കതിനെ ഒന്ന് മൂടി വെച്ച് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കതിനെ മൂടി വെച്ചൊന്ന് വേവിക്കാം. തേങ്ങാ വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി, അത് വെന്തിട്ടില്ല. അതിൻ്റെ കളർ കുറച്ചും കൂടെ നല്ലൊരു ഓറഞ്ചിഷ് കളറാവും. അപ്പോഴാണത് കറക്റ്റ് വേവുള്ളൂ. നമുക്കൊന്നും കൂടെ അതിനെ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഒന്ന് തുറന്ന് നോക്കാൻ പോവുകയാണ്. തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ, ഇപ്പോൾ കൊഞ്ചിൻ്റെ കൊമ്പൊക്കെ നല്ല ഓറഞ്ച് കളറായിട്ടുണ്ട്. ഇപ്പോൾ കൊഞ്ചിന് അധികം കുക്കിംഗ് ടൈമൊന്നുമില്ല, ഒരു 5 മിനിറ്റ്സ് മാക്സിമം മതി, അല്ലെങ്കിൽ റബ്ബറിഷായി പോകും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അരപ്പും കൊഞ്ചും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി എന്താ വേണ്ടേ? ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നാളികേരത്തിൻ്റെ നല്ല തിക്കായിട്ടുള്ള ഒറ്റ പാല് ഞാൻ എടുത്തിട്ടുള്ളൂ. ആ തിക്കായിട്ടുള്ള നാളികേരത്തിൻ്റെ പാലും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ എണ്ണ തെളിഞ്ഞ് നല്ല റെഡിയായിട്ട് ആ അരപ്പൊക്കെ അതിനകത്ത് പെരണ്ടിരിക്കുന്ന വിധത്തിൽ നമുക്ക് കൊഞ്ച് മസാല റെഡിയായി കിട്ടും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും എല്ലാവരും പ്രസ് ചെയ്യുമല്ലോ. ഓക്കേ.